പണ്ട് കാലത്ത് ഒരു കൂളന്റ് ലീക്ക് കണ്ടുപിടിക്കാറുള്ള ഭയങ്കര പാടുള്ളായിരുന്നു. ഇപ്പൊ എല്ലാ വർക്ക്ഷോപ്പുകളും വന്നു. വളരെ സിമ്പിൾ ടൂളാണ്. നമുക്ക് ബാലു ഒന്ന് പറയൂ, ഇത് എങ്ങനെയാണ് ഒരു കൂളന്റ് ലീക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ബേസിക്കലി നമ്മളൊരു കൂളന്റ് ലീക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് പ്രഷർ ടെസ്റ്റ് ആണ്. സോ പ്രഷർ ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീനാണ്. നമ്മൾ കൂളന്റ് റിസർവോയർ ടാങ്കിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിലൊരു സർട്ടൺ പെർട്ടിക്കുലർ ബാർ പ്രഷർ നമ്മൾ ഹോൾഡ് ചെയ്യും. അത് കുറച്ച് നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര ബാർ അതിൽ റെഡ്യൂസ് ആവുന്നുണ്ട്, എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പ്രഷർ റെഡ്യൂസ് ആവും. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈമറി വേ, ലീക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളതായിരിക്കും. പിന്നെ ലീക്ക് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫർദർ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ വേണം. ചില ക്രിട്ടിക്കൽ ഏരിയാസ് ഉണ്ട് നമുക്ക് വിസിബിളി കണ്ടെത്താൻ പറ്റാത്തത്. അങ്ങനെയുള്ള ഏരിയകളിൽ നമുക്ക് കളർ ഡൈസ് യൂസ് ചെയ്യാറുണ്ട്. ഡൈ ഇട്ടിട്ട് എഗെയിൻ ഇതേപോലെ തന്നെ കൂളന്റ് സിസ്റ്റം റൺ ചെയ്യും. സോ എവിടെയാണോ ലീക്ക് ഉള്ളത് ആ ഒരു ഏരിയയിൽ ഇതിന്റെ മാർക്ക് ഒഴുകിയിട്ടുണ്ടാവും. UV ലൈറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട്. പണ്ട് കാലത്ത് ഞാനൊക്കെ ഈ മേഖലയ്ക്ക് വരുന്ന കാലത്ത് ഇത്തരം ഒരു കംപ്ലൈന്റ് കിട്ടാൻ 200-500 കിലോമീറ്റർ ഓടിച്ചാലാണ് ഏത് ഭാഗത്ത് ലീക്ക് വന്നു, കാരണം കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ ഇന്ന് അതിനൊക്കെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ വന്നു. ഇതൊരു ടെസ്റ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ഭാഗത്തും അത്തരത്തിലുള്ള ആധുനികവൽക്കരണം വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു വർക്ക്ഷോപ്പ് കുറച്ചുകൂടി ഡയഗ്നോസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേ. കാരണം പ്രഷർ ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് മൈനർ ലീക്സ് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യും. നമ്മള് കെയർ പലർക്കും പല തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ അപ്പോളിസ്ട്രി മുതൽ എന്തെല്ലാം വർക്കുകളാണ് ഇവിടെ ചെയ്യുന്നത്? നമ്മള് വെഹിക്കിളിന്റെ A to Z എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മള് വാഷിങ്, പോളിഷിങ്, അതുമുതൽ പിന്നെ വണ്ടിയുടെ റെഗുലർ മെയിൻ്റെനൻസ്, പീരിയോഡിക് മെയിൻ്റെനൻസ്, ബോഡി ഷോപ്പ് റിപ്പയർസ്, ആക്സസറീസ്, ഫേസ് ലിഫ്റ്റിംഗ്, ഡീറ്റെയിലിംഗ്, PPF, സെറാമിക്, ഗ്രഫീൻ. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം കൂടി എന്താണ് റോയൽ ഡ്രൈവ് കെയർ എന്ന് ഇന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അത് ഒന്നും അറിയിക്കുക. അതുപോലെ ആരാണ് നമ്മുടെ ബാക്കിൽ ഇതിൻ്റെ ബിഹൈൻഡ് നമ്മുടെ ടീമിനെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ്. താങ്ക് യു.